ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ബാക്കി ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എന്ത് തോന്നുന്നു, ലൈക്ക് എന്തുകൊണ്ടാണത് കുറവ്? അതിന്റെ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. മേ ബി ചേച്ചീൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മേ ബി അവർ മാർക്കറ്റ് വൈസ് കൂടുതൽ ആലോചിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളിവിടെ വരുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കഥ കേട്ടിട്ടുള്ള കുറെ ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത് അതൊരു കമേഴ്ഷ്യൽ മൂവി പോലെ എല്ലാവരും വന്ന് പറയാം. ഭയങ്കര ഒരു നമ്മൾ അവാർഡിനൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ബോളിവുഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് നല്ല മൂവീസും ആയിരിക്കും, സെയിം ടൈം ഒരു 100 days ഓടുന്ന പടങ്ങളും ആയിരിക്കും. ഇപ്പൊ കഹാനിയോ അല്ലെങ്കിൽ ഇപ്പൊ വരാൻ പോകുന്ന ഗംഗൂബായി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഫാക്ടറാണ് ആ മൂവി. അത് അങ്ങനെ വെറുതെ ഒരു അവാർഡിന് മാത്രം അയച്ച് അങ്ങനത്തെ ഒരു മൂവി അല്ല. അതെല്ലാവരും തിയേറ്റർ റിലീസാണ്. ഒരു വലിയ മൂവി റിലീസ് ചെയ്യുന്ന പോലെയാണ് അവിടെയൊക്കെ അത് ചെയ്യണേ. ഇവിടെ അത് കുറച്ച് കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ വരും എന്ന് വിശ്വസിക്കാം നമുക്ക്. ചേച്ചി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കുറച്ച് ബോൾഡ് ആൻഡ് ടോക്കറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. അതെന്താ അത് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തതല്ല. ഒരു പക്ഷെ ഞാൻ ചെയ്തു വന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കുറേ എൻ്റെ അടുത്ത് വന്ന കുറേ ക്യാരക്ടേഴ്സും ഇങ്ങനെയാണ്. വളരെ ബോൾഡാണ്, വളരെ സ്മാർട്ടാണ്, അല്ലെങ്കിൽ വളരെ ടോംബോയിഷ് പോലെയാണ്, ഭയങ്കര ടോക്കറ്റീവ് ആണ്. സോ അങ്ങനെ ഒരു ഇതെനിക്ക് അങ്ങനെ ഇതായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള മൂവീസ് ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിപ്പോഴും കുട്ടിയുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും. അത് ഞാൻ ചെയ്തു വന്ന കുറേ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇത് ഭാവന ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇതിലേക്ക് അങ്ങനെ അറിയാതെ വന്നു പോയതല്ല, ഞാൻ സെലക്ട് ചെയ്തതല്ല. ഇപ്പൊ ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മൂവി അല്ലെങ്കിൽ സിനിമാ ജീവിതം. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ വന്നു, ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് ഹീറോയിൻസ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താണ്? നമ്മൾ ഇത്രയും കാലത്തെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സിനിമ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രെങ്ത്? അങ്ങനെ പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല മൂവീസ് വരുമ്പോൾ ചെയ്യുക, മാക്സിമം നല്ല എന്താ പറയുക. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയും, നിങ്ങളുടെ അത്രയൊന്നും ഒരു ടൈം സ്പാൻ ഒന്നും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ മുന്നത്തെ ഇപ്പോൾ ശോഭൻ ചേച്ചി, രേവ ചേച്ചി പോലുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് നാൾ നിന്ന്, അതേപോലെ തന്നെയാണ് ഇപ്പം ഞങ്ങളൊക്കെ ഒരുപാട് നാൾ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 19 വർഷം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 19 വർഷമായോ ഞാൻ സിനിമയിൽ വന്നിട്ട് എന്നൊക്കെ അങ്ങനെ ഞാൻ ആലോചിക്കും. സോ അതിങ്ങനെ എല്ലാവരും പറയണേക്കെ ഇനി അത്രയും ടൈം സ്പാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെ അഡ്വൈസായിട്ട് ഒന്നുമില്ല. ഇത് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കുറേ സീരിയസ് ആക്കാതെ ഇരിക്കുക. ഇതൊരു നമ്മുടെ ജോലിയാണ്, ഏതൊരു തൊഴിലിനെയും പോലെ നമ്മുടെ ജോലിയാണ്. മാക്സിമം നമ്മളെ കഴിയുന്ന എത്രയും നന്നാക്കാമോ അത്രയും നന്നാക്കുക, അത്രയും എൻജോയ് ചെയ്യുക, ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഒന്നും. ഭാവന, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ, ഇത് തമാശയല്ല, സീരിയസ് ആയിട്ട് ചോദിക്കണം. ബാഹുബലിയുടെ അല്ല തമിഴിലോ തെലുങ്കിലോ നല്ല ഉഗ്ര വേഷം കിട്ടും നമുക്ക് പറ്റി. ഇതാണ് സീരിയസ് നിസ്സാരപ്പെട്ട കേസാണ്. ഞാൻ ക്ലച്ച് പിടിച്ചാലോ അല്ലേ? അതെ, ഇതൊക്കെ ഈ ഒരു കോസ്റ്റ്യൂം ഗെറ്റപ്പിലൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാവുന്നതാണ് ആണല്ലേ? ചിലപ്പോ സാധ്യത ഉണ്ട്. അതെ, അങ്ങനെയൊക്കെ ആണെങ്കിലുള്ള എന്നെ ഞാൻ തമിഴിൽ ആളെ വിട്ട് തന്നെ വാമനായിട്ട് ഞാനും വരാം. നീ അങ്ങ് വാ, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിലേക്ക് നീ വാ, അല്ലേ? അപ്പൊ നമുക്ക് തമിഴ്നാട്ടിലിട്ട് കൊടുക്കാം.